ഇത് തന്നെ ഒരു ഭീഷണിയല്ലേ. പക്ഷേ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം വെള്ളാപ്പള്ളി ഒരു കാര്യം തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു വൈരാഗ്യം തോന്നിയാൽ അവന് വേരോടെ തന്നെ പിഴുതെടുക്കും, കുടുംബം നശിപ്പിക്കും. അല്ലെങ്കിൽ പിന്നെ ഈ കെ മഹേശനെയോ കൊന്നു എങ്കിൽ പിന്നെ അവൻ്റെ കുടുംബമെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട് കുടുംബത്തെ വെറുതെ വിട്ടോ. ഇന്ന് നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ. VM സുധീരൻ, മുതിർന്ന കോൺഗ്രസ് VM സുധീരൻ ഇടപെട്ടിരിക്കുകയാണ്. അദ്ദേഹം 6-ാം തീയതി ഈ കേസ് അന്വേഷിക്കണം, പുനരന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് SIT നിയോഗിക്കണം എന്നാവശ്യപ്പെട്ട് ഒരു കത്ത് നൽകുന്നു. അതിലൊരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. എങ്കിൽ അദ്ദേഹം ഇന്നും ഒരു കത്ത് നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടലിനെ കുറിച്ചൊക്കെ? അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കാരണം അന്ന് കെ മഹേശൻ മരിച്ചതിന് ശേഷമാണെങ്കിലും അദ്ദേഹം നമ്മളെ വിളിക്കുകയും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. സാനുമാഷുമായിട്ട് VM സുധീരൻ അവർ ഈ വീട് സന്ദർശിച്ച് നമ്മളെ ആശ്വസിപ്പിക്കുകയും അതിന് ശേഷം നമ്മളെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഭരണം മാറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടു പരാതി എഴുതി, ഞാൻ എഴുതി അദ്ദേഹത്തിനും മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് കൊടുക്കുക ചെയ്തത്. ഇപ്പോൾ പരാതി ആഭ്യന്തരമന്ത്രിക്ക് കിട്ടിയില്ലാന്നാണ് ആഭ്യന്തരമന്ത്രി പറയുന്നത്. മാത്രമല്ല അദ്ദേഹം തോടുള്ള ചോദ്യത്തിന് അദ്ദേഹം ഈ സംഭവം ഒഴിഞ്ഞു മാറുകയാണ്. അതൊഴിഞ്ഞു മാറുമല്ലോ, ഒഴിഞ്ഞു മാറണമല്ലോ. കാരണം ഞാനും കാണുന്നുണ്ട് ഇതിലെല്ലാം. കാരണം ആഭ്യന്തരമന്ത്രി എവിടെയാണ് വന്നിരിക്കുന്നത്, സ്വീകരണം കൊടുക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ അവരെല്ലാം അങ്ങനെയല്ലേ വരുള്ളൂ. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നു ഈ മന്ത്രിസഭ, ഈ ഭരണസമിതിയിൽ നിന്ന് നമുക്കൊരു നീതി കിട്ടും എന്നുള്ള 100% ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ മരണശേഷവും ഈ കെ മഹേശനെതിരെ വലിയ രീതിയിൽ തന്നെയുള്ള ഒരു അധിക്ഷേപ പരാമർശം ഉണ്ടാകുന്നുണ്ട്. തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനോട് എങ്ങനെയാണ്? അതിപ്പോൾ മരിച്ച് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് നല്ലൊരു ക്ലീൻ ചീറ്റാണ് കെ മഹേശന് കൊടുത്തത്. അത് മീഡിയക്കാരുടെ കാണുമല്ലോ. അപ്പോൾ ഇന്നലെ അദ്ദേഹം നടത്തിയ ആക്ഷേപവും അന്നത്തെ ഇതും കൂടെ ഒന്ന് താരതമ്യം ചെയ്തൊന്ന് കാണിച്ചാൽ നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇന്നലെ ആ ഡൽഹിയിൽ വെച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആക്ഷേപം കേട്ടപ്പോഴത്തേക്ക് ശരിക്കും സഹതാപം തോന്നിയത്. കാരണം എന്താ പറയുന്നതെന്നുള്ളൊരു ബോധം വേണ്ടേ. അതിൽ സുധീരൻ സാറിനെക്കുറിച്ചും കെ മഹേശനെ കുറിച്ചുമാണ് പറഞ്ഞത്. പക്ഷേ സുധീരൻ സാറിനെ കുറിച്ച് പറയുന്നതിൻ്റെ മറുപടി ഞാനല്ലല്ലോ പറയേണ്ടത്. പക്ഷേ കെ മഹേശനെ കുറിച്ച് പറഞ്ഞതിന് തീർച്ചയായിട്ടും എനിക്ക് മറുപടി പറയാൻ പറ്റും. അതിൽ 2-3 കാര്യങ്ങൾ അദ്ദേഹം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, എൻ്റെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വന്നവനാണ് കെ മഹേശൻ. അവൻ്റെ അമ്മ അപ്പം ചുട്ട് നടന്നതാണ്, ഇത് ഞാനാണ് ഇങ്ങനെ ആക്കിയതെന്ന്. ശരിയാ, ഒരു ഗതിയും പരഗതിയും ഇല്ല. പക്ഷെ അത് സാമ്പത്തികത്തിൽ മാത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ അപ്പം ചുട്ടുമല്ല നടന്നത്. ഞാൻ 92 ഇവിടെ വന്നതാണ്. അപ്പം ചുട്ടല്ല വന്നത്. പക്ഷേ കഷ്ടപ്പെട്ട് ചുമന്നും കൊപ്രാക്കളത്തിൽ പോയും ആ അമ്മ കഞ്ഞിക്കുഴിയിൽ വരെ ചുമടെടുത്ത് കടകളിലേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൂന് പിടിച്ചൊരമ്മയായിരുന്നു. കാരണം അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. MCOM വരെ പോയി. MCOM കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. ആ വീടിൻ്റെ അന്നത്തെ സാഹചര്യം കൊണ്ട് ഈ അമ്മ തന്നെയാണ് അവിടെ കൊണ്ടുപോയി വിട്ടത്. പക്ഷേ മഹേശൻ്റെ കഴിവ്, അതായത് അദ്ദേഹത്തിൻ്റെ സംസാരിക്കാനും എഴുതാനും വായിക്കാനുമുള്ള കഴിവ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അല്ലേ വെള്ളാപ്പള്ളി ഉയർന്നത്. കാരണം അദ്ദേഹം യോഗനാഥത്തിൽ എഡിറ്റോറിയൽ എഴുതുന്നു, എവിടെ പോയാലും പ്രസംഗം എഴുതി കൊടുക്കുന്നു. എഡിറ്റോറിയൽ എഴുതി രാത്രി പോലും പോയി വായിച്ച് കേൾപ്പിച്ചിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത്രയ്ക്ക് മഹേശൻ്റെ ആ കഴിവിനെ വിനിയോഗം ചെയ്ത് ഉയരങ്ങളിലെത്തി. ഇപ്പോഴാണ് മഹേശന് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ പോകാൻ കാരണം. അന്ന് ആ 24-ാം തീയതി നടത്തിയ പ്രസ്താവന കേട്ടുകൊണ്ട് ഞങ്ങൾ ഈ കേസിൽ നിന്നൊന്ന് മാറിയിരുന്നെങ്കിൽ, ഇത് ഇത്രയും നല്ല ഞങ്ങൾ കേസിനൊന്നും ഇല്ലയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നും മഹേശൻ അവരുടെ എല്ലാവരുടെ മനസ്സിൽ നല്ലവനായിട്ട് തന്നെയാണ് ചിത്രീകരിച്ചതിന്. പക്ഷെ അതിന് നമ്മൾ തയ്യാറല്ല. പിന്നെന്താ പറഞ്ഞത്, എന്തൊരു സ്ത്രീകൾ ഈ ആക്ഷേപം ഞാൻ ഇന്നലെ ഡൽഹി വെച്ച് മാത്രമല്ല കേൾക്കുന്നത്. ചേർത്തലയിൽ ഞങ്ങൾക്കൊരു കടയുണ്ട്. അവിടെ ഞാൻ പോയി സ്കൂളിൽ നിന്ന് ഒരു മനസ്സിലാക്കണം നിങ്ങൾ, ഞാൻ സ്കൂളിൽ നിന്ന് കടയിൽ വന്നിരിക്കുമ്പോൾ അവിടെ മുകളിലൊരു മീറ്റിങ്ങിൽ വെള്ളാപ്പള്ളി സംസാരിക്കുകയാണ്. അവൻ മുഖാന്തരം എത്രയോ പെണ്ണുങ്ങളാണ് വഴിയാധാരമായിരിക്കുന്നത്. എന്നിട്ടും അവൻ്റെ ഭാര്യ, അവൾക്ക് ഉളുപ്പുണ്ടോ? അവൾ ആ കടയും തുറന്നു വെച്ച് താഴത്തിരിപ്പുണ്ട്. ഒരു ഭാര്യയെന്ന് ഞാൻ കേട്ടിരിക്കും. അതാഴത്ത് ഒരക്ഷരം നമ്മൾ മിണ്ടിയില്ല. അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മളിങ്ങനെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. വെള്ളാപ്പള്ളിയുടെ ഭാര്യ പീഡിപ്പിക്കുന്നു. എൻ്റെ ഒരു അധ്യാപികയ്ക്ക് എന്ത് കിട്ടാനാണ്? അവരുടെ വിചാരം അവർ കൊടുക്കുന്നത് മാത്രമാണ് ശമ്പളം എന്നുള്ളതാണ്. ഒരു അധ്യാപകരുടെ ശമ്പളം എന്താണെന്നൊന്നും അവർക്കറിയേണ്ട കാര്യമില്ലല്ലോ. കാരണം കോഴകൾ വാങ്ങിച്ച് സ്കൂളിൽ നിയമനം നടത്തിയാൽ മതി. കാരണം ശമ്പളം കൊടുക്കുന്ന മുഴുവൻ സർക്കാരാണല്ലോ. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും അവർക്കറിയില്ല. അപ്പോൾ അവർ എന്ത് സമ്പാദിക്കാനും ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ടും നമ്മളിങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ ഇപ്പം തന്നെയാണ് ഞാൻ ഈ കേസ്, ഇപ്പോൾ പുതിയ കേസ് കുത്തിപ്പൊക്കി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പലരും വിളിച്ചിട്ട് പറഞ്ഞ് എന്നാണെന്നറിയോ, ടീച്ചറെ മക്കളോടൊക്കെ ഒന്ന് സൂക്ഷിക്കാൻ പറയണം.
ആ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണിയോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? നമുക്ക് ഭീഷണി ഇങ്ങനെ നിരന്തരം ഉണ്ടല്ലോ. ഓരോരുത്തരെ ഇങ്ങനെ എന്തിനാ നമ്മൾ വാക്കാൽ വന്ന് ആയുധം കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഇത് തന്നെ ഒരു ഭീഷണിയല്ലേ. പക്ഷെ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം വെള്ളാപ്പള്ളി ഒരു കാര്യം തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു വൈരാഗ്യം തോന്നിയാൽ അവന് വേരോടെ തന്നെ പിഴുതെടുക്കും, കുടുംബം നശിപ്പിക്കും. അല്ലെങ്കിൽ പിന്നെ ഈ കെ മഹേശനെയോ കൊന്നു എങ്കിൽ പിന്നെ അവൻ്റെ കുടുംബമെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട് കുടുംബത്തെ വെറുതെ വിട്ടോ. ഇന്ന് നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കേസ് ഇപ്പോൾ പൊക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പലരും വിളിച്ചിട്ട് പറയുന്ന ഇതാണ്, മക്കളോടൊക്കെ ഒന്ന് സൂക്ഷിക്കാൻ പറയണം, മക്കളോടും സൂക്ഷിക്കാൻ പറയണം, അനന്തരക്കാരനോട് സൂക്ഷിക്കാൻ പറയണം, ടീച്ചറും ഒക്കെ ഒന്ന് സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞു എന്തിനാ, അവർ അച്ഛനും മകനും എന്തിനും പോകുന്നവരാണ്, അവർക്ക് പിന്നിൽ ആളുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വലുതൊന്നും നഷ്ടപ്പെടാനില്ല. അവിടെ ഞങ്ങൾ എന്നാ സൂക്ഷിക്കാനാ, ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകുമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ നമ്മളോട് ഇപ്പോൾ ആളുകൾ ഇങ്ങോട്ട് പറഞ്ഞിരിക്കുക നമ്മൾ സൂക്ഷിക്കാനാണ് പറയുന്നത്. കാരണം അവരച്ഛനും മകനും ഒരുങ്ങി ഉറപ്പെട്ടാൽ നമ്മളെ നശിപ്പിച്ചിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. തീർച്ചയായിട്ടും ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകും തന്നെ ചെയ്യും. കാരണം ഇപ്പോൾ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, ഇന്നലെ വേറൊരു പറഞ്ഞു 10 സെൻറ്റ് സ്ഥലം ഉള്ളവനായിരുന്നെന്ന് അവൻ പറഞ്ഞു. അല്ല അതിലെന്താ കുഴപ്പം? എങ്കിൽ ഇപ്പോൾ വെള്ളാപ്പള്ളി പറയുന്ന 10 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്ന അവനിപ്പോൾ കോടികൾ സമ്പാദിച്ചിട്ടുണ്ടോ ഭൂസ്വത്ത് പറയാനായിട്ട്? അപ്പോൾ അദ്ദേഹം ഇന്നലെ പറഞ്ഞു പിന്നെ അന്വേഷണത്തിന് ഏത് അന്വേഷണത്തിനെയും നേരിടാൻ തയ്യാറാണ്, ഞങ്ങളും തയ്യാറാണ്. ഈ സത്യസന്ധമായ അന്വേഷണം നടത്തട്ടെ, ഞങ്ങളും തയ്യാറാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയുകയാണ്, ഇപ്പം ഞങ്ങൾക്ക് ഇത് കേട്ട് ഇവരുടെ ആക്ഷേപം കേട്ട് കരഞ്ഞ് കണ്ണീരിന് ഇനി കണ്ണുനീര് ബാക്കിയില്ല. കാരണം ഞങ്ങളുടെ മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെ കണ്ണുനീര് മൊത്തം ഞങ്ങൾക്കിനി കരയാൻ പറ്റില്ല. അതിന് മാത്രം ഞങ്ങൾ കരഞ്ഞു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങളുടെ ഈ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീരിന് ഈ വെള്ളാപ്പള്ളിയും അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് നമ്മളെ ദ്രോഹിക്കുന്നവരും അവരൊരു കാര്യം മറന്നുപോയി. ഇവർക്കൊക്കെ കുടുംബം ഉണ്ടെന്നോ ഒന്നും അവർ ചിന്തിച്ചിട്ടില്ല. അവർക്കൊക്കെ കെ മഹേശൻ്റെ അവസ്ഥ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. ആ കണ്ണുനീരിന് മറുപടി പറയാതെ ഇവരുടെ ഒന്നും ജീവിതം അവസാനിക്കത്തില്ല. വെള്ളാപ്പള്ളിയുടെ ആണെങ്കിൽ പോലും എന്നാണേലും മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. അദ്ദേഹത്തെയാണ് ഇപ്പോൾ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായും അതിപ്പോൾ പത്മഭൂഷൺ അവാർഡിൻ്റെ മഹത്വം എന്താണെന്ന് അറിയാവോ? എന്താണ് ആ ബഹുമതി എന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ ആ ഒരു സമ്മേളനത്തിൽ പറയുമായിരുന്നോ? ഒരു അഭിമുഖത്തിൽ ഞാൻ കണ്ടു, എന്താ പത്മഭൂഷൺ ആർക്ക് വേണം, എനിക്ക് ഒരുപാട് അവാർഡുകൾ തരാമെന്ന് പറഞ്ഞു. പത്മഭൂഷൺ ഇപ്പോൾ ആർക്ക് വേണം, ഏത് കാശ് കൊടുത്താൽ ഏത് പട്ടിക്കും കിട്ടും എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ കാശ് കൊടുത്ത് തന്നെയല്ലേ അത് വാങ്ങിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായല്ലോ. കാരണം സംസ്ഥാന സർക്കാർ പറയുന്നു അവർക്കിതിൽ അറിവില്ല. പിന്നെ ആരാണ് ഇദ്ദേഹത്തിനെ വിളിച്ച് അവാർഡ് കൊടുത്തത്? കേന്ദ്ര സർക്കാർ. അപ്പോൾ കാശ് കൊടുത്ത് തന്നെ പട്ടിക്ക് കിട്ടുന്ന അത് അയാൾ വാങ്ങിച്ചോട്ടെ, അതൊക്കെ നല്ല കാര്യം. നമ്മളെ എന്തിനാണ് അതിലേക്ക് വലിച്ചടിക്കുന്നത്? പിന്നെ ആക്ഷേപത്തിന് ഒരു കുറവുമില്ല. അദ്ദേഹം ആരെയും ആക്ഷേപിക്കാതിരിക്കുന്നത്. ഇപ്പോൾ പിന്നെ മൈക്രോ ഫിനാൻസിൻ്റെ കേസും പൊക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് VS അച്യുതാനന്ദനെ ആക്ഷേപിച്ചു. അതിനുശേഷം പിണറായി വിജയൻ്റെ കൂട്ടത്തിൽ തോളിൽ കൈയിട്ട് ഒരു കാറിൽ സഞ്ചരിച്ചു എല്ലാമാണെന്നും പറഞ്ഞ് നടന്ന അവസാനം ഇപ്പോൾ CPM മൊത്തം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇപ്പോൾ VS സുധീരൻ അവറുകൾ എന്താ കട്ടപ്പുറത്തിരിക്കുന്ന വേണ്ടി ഇന്നലെ ഡൽഹിയിൽ പറഞ്ഞത് ഈശോ. പിന്നെ അതായത് അദ്ദേഹത്തിന് എതിരെ തോന്നുന്നവരും എതിരെ നിൽക്കുന്നവരെയും ആക്ഷേപിച്ച് കുരുക്കിലാക്കി നശിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇപ്പം ഞങ്ങളൊന്ന് എല്ലാം ഇങ്ങനെ കുറേ ഞങ്ങളിങ്ങനെ നിരന്തരം ഇപ്പോൾ 6 വർഷമായല്ലോ നിരന്തരം പീഡിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ആത്മഹത്യ ചെയ്യില്ല. നമ്മൾ പോരാടാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മളുടെ കുടുംബം വിറ്റിട്ടാണെങ്കിലും ഞങ്ങൾ നീതി കിട്ടുന്നത് വരെ പോരാടും. പക്ഷെ ഞങ്ങൾ ഈ ഗവൺമെൻറ്റിൽ നമ്മളിപ്പോൾ ഉറച്ച് വിശ്വസിക്കുകയാണ് നീതി കിട്ടും എന്ന് തന്നെ. നേരത്തെ മാഡം പറഞ്ഞിരുന്നു ആഭ്യന്തരമന്ത്രി ആരെയാണ് ആദ്യം കാണാൻ പോയതൊക്കെ നമ്മൾ വിഷ്വലി കണ്ടതാണെന്നൊക്കെ കാര്യങ്ങൾ. അങ്ങനെ UDFൻ്റെ തന്നെ പല നേതാക്കളും മന്ത്രിമാരും അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സർക്കാർ നീതി കിട്ടുന്നതിന് ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് വിശ്വാസമാണല്ലോ എല്ലാവരും, നമുക്ക് വിശ്വസിക്കാനല്ലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ കഴിഞ്ഞ 6 വർഷം കൊണ്ട് നമ്മൾ ഓരോരോ കോടതികൾ കയറി ഇറങ്ങി ഇന്ന് നാളെ നമുക്കൊരു തീരുമാനം കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോയത്. പക്ഷേ ഇപ്പം നമ്മൾ സുധീരൻ സാറൊക്കെ ഇടപെട്ടു, SNDPയുടെ സംരക്ഷണ സമിതി സാർ ഉൾപ്പെടെ എല്ലാവരും ഒക്കെ ഇടപെട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ നീതി കിട്ടും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ദൈവം എന്നൊരാളുണ്ടല്ലോ, എപ്പോഴും ഒരാളെ തന്നെ സംരക്ഷിക്കാനും ദൈവത്തിനൊന്നും പറ്റത്തില്ല. ഇടയ്ക്ക് പാവങ്ങളെയൊക്കെ നോക്കും. അതുകൊണ്ട് നമുക്ക് നീതി കിട്ടും എന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. യെസ്, അതുതന്നെയാണ്, നീതി കിട്ടും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്. ഏതറ്റം വരെയും പോരാടുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ നമ്മോട് വ്യക്തമാക്കുന്നത്. ക്യാമറ പേഴ്സൺ അരുൺ രാജേന്ദ്രനൊപ്പം ഫൈസൽ അസീസ്, മീഡിയ 1 ആലപ്പുഴ.